സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപകടത്തിൽ നിന്നും രക്ഷിച്ച് പ്രഭാവതി വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും ബോധം തെളിഞ്ഞ അരുന്ധതിക്കാണെങ്കിൽ നല്ല പേടി തോന്നിക്കുന്നു. കാരണം ഋഷി മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്, വീട്ടിലുണ്ടെന്നുള്ള കാര്യമാണ് ഇനി പ്രഭാവതി കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ഭവിഷ്യത്താണ് അരുന്ധതിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. ഇപ്പോഴും പ്രഭാവതിയോട് ക്ഷമിക്കാനൊന്നും യാതൊരു മനസ്സുമില്ലെങ്കിലും പ്രഭാവതി തന്നോട് കാണിക്കുന്ന ഈ അനുകമ്പയും കരുണയൊക്കെ കാണുമ്പം അരുന്ധതിക്ക് അതിനേക്കാളും വിഷമമാകുന്നുണ്ട്. അങ്ങനെ വയ്യാതിരിക്കുന്ന അരുന്ധതിയെ നന്നായിട്ട് പരിചരിക്കുന്നുണ്ട് പ്രഭാവതി. ചൂടുവെള്ളവും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. എങ്കിലും പ്രഭാവതി തന്നെ അരുന്ധതിയെ ഓർമ്മിപ്പിക്കുന്നു, പേടിക്കണ്ട, ഞാനിങ്ങനെയൊക്കെ ഉപകാരം ചെയ്തെന്ന പേരി ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാർഗെയിനിങ് ചെയ്യാനാണോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോഴത്തേക്കും അരുന്ധതിക്ക് മറുത്തൊന്നും പറയാനാകുന്നില്ല. അതേസമയം ഋഷിയെ വിളിക്കുന്നെങ്കിലും ഋഷി ഫോൺ എടുക്കുന്നില്ല, ഉറങ്ങിക്കിടക്കുവാണ് പാട്ട് കേട്ടുകൊണ്ട്. താഴേക്ക് ഇറങ്ങി വരേണ്ട, താഴെ പ്രഭാവതി ഉണ്ടെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിലും അതൊന്നും അറിയാതെ ഋഷിയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ആ സമയം പ്രഭാവതി ആണെങ്കിൽ തൻ്റെ മനസ്സിലെ വേദനകളൊക്കെ അരുന്ധതിയോട് ഷെയർ ചെയ്യുമായിരുന്നു. ഒരമ്മയ്ക്കും ഇങ്ങനൊരവസ്ഥ വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ ചെയ്ത തെറ്റ് എത്രമാത്രം വലുതാണെന്ന്. എൻ്റെ കുടുംബത്തിൽ അരുന്ധതി പറഞ്ഞത് സത്യമാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നൊഴിയാതെ പ്രശ്നങ്ങളാണ്. അതിനെ തുടർന്ന് എൻ്റെ മരുമകൾക്കും കുറച്ച് സങ്കടമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും ഇങ്ങോട്ട് പോകുന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും അങ്കലാപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അരുന്ധതിയാണെങ്കിൽ ടെൻഷനോടെയാണ് കേൾക്കുന്നത്. ആ സമയത്താണ് ഋഷി താഴേക്ക് ഇറങ്ങി വരുന്നത്. ഋഷിയെ കണ്ടതും അരുന്ധതി ഭയങ്കരമായിട്ട് ഷോക്കായി. അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും പ്രഭാവതി ചോദിക്കുന്നു, എന്താ അങ്ങോട്ട് പേടിച്ച് നോക്കുന്നത്, അവിടെ ആര് നിൽക്കുന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഋഷിയാണെങ്കിൽ മാറി നിൽക്കുന്നു. ഋഷി പ്രഭാവതിയെ കണ്ടതും ഋഷിയുടെ ആ മനസ്സിലെ കലിയെല്ലാം കൂടി അടക്കാൻ പറ്റുന്നില്ല. ഇനി ദേഷ്യത്തിൻ്റെ പുറത്ത് പ്രഭാവതി വല്ലതും സംസാരിക്കുമ്പം ഏറ്റുപിടിച്ചിന് ഋഷി പ്രഭാവതിയുടെ മുമ്പിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും തൽക്കാലം പ്രഭാവതി ഋഷിയെ കണ്ടിട്ടില്ല. എന്തായാലും അമ്മ എന്തിനാണ് ഭയക്കുന്നത് എന്നുള്ള കാര്യം ഋഷിക്ക് മനസ്സിലായി. ഒതുങ്ങി നിന്നാൽ കൊള്ളാം, അല്ലെന്നുണ്ടെങ്കിൽ മറച്ചു വെച്ച രഹസ്യമെല്ലാം ഇന്നത്തോടെ പുറത്തു വരും. അതേസമയം ശാരികയാണെങ്കിൽ ദേവിയേക്ക് വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, നന്ദേട്ടൻ എവിടെയാണെന്നുള്ള കാര്യം താൻ കണ്ടുപിടിച്ച് തരാം, ചേച്ചിയെ പോലെ നാണക്കേടും മാനക്കേടൊന്നും ഞാൻ നോക്കത്തില്ല, എനിക്ക് നാട്ടുകാരെന്ത് പറയുമെന്നുള്ളൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ശാരികയാണെങ്കിൽ മുന്നിട്ടിറങ്ങുന്നു. കാരണം കാണാതായെന്ന് പറയുന്ന ആ ഒരു നിമിഷം കെവിനെ വിളിച്ചപ്പം ഫോൺ എടുത്തിരുന്നത് നന്ദനാണ്. അപ്പോൾ ആ ഒരു മാർഗത്തിലാണ് ശാരി നന്ദൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നത്. കെവിനെ വിളിച്ച് ചോദിക്കുന്നു, നന്ദേട്ടനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുമ്പം ആദ്യം വ്യക്തമായിട്ടൊന്നും തുറന്നു പറയത്തില്ല. എങ്കിലും ഫോൺ എടുത്തത് നന്ദേട്ടനായിരുന്നല്ലോ, എന്നോട് മറിച്ച് വെക്കണ്ട എന്നൊക്കെ ശാരിക പറയുന്നത് കാരണം ഏറ്റവും അവസാനം ഇസബല്ലയും ഒത്ത് നാട് വിട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം തുറന്നു പറയുമായിരിക്കും. ആ ഒരു കാര്യം ശാരികയാണെങ്കിൽ വന്ന് ദേവിയോട് പറയുമ്പോഴത്തേക്കും ദേവി ആകെ ഷോക്കാകുന്നു. ചേച്ചി നന്ദേട്ടൻ എവിടെയാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു, എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇസബല്ലയും ഒത്ത് പോയിരിക്കുവാണെന്ന് പറയുമ്പോഴത്തേക്കും രാധികയും മാധവനും ഒക്കെ ആകെ ഷോക്കാകുന്നു. ദേ ചുമ്മാ കള്ളത്തരമൊന്നും പറയരുത്, ചുമ്മാ മോൾ ആകെ തകർന്ന് നിൽക്കുവാണെന്ന് പറയുമ്പം ദേവിക പറയുന്നു, അമ്മ ശാരികയൊന്നും പറയണ്ട, അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം കാണും, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ഇസബെല്ലെ വിളിക്കുന്നു. കോള് കണ്ടിട്ടാണെങ്കിൽ ഇസബെല്ല ഒന്ന് പകച്ച് നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നന്ദന് വേണ്ടിയിട്ട് ഫുഡും ജ്യൂസും ഒക്കെ ആവശ്യത്തിനനുസരിച്ച് മേടിച്ചു കൊടുക്കുകയും സോപ്പിട്ട് നന്ദനോടൊപ്പം നിൽക്കുമായിരുന്നു. പുള്ളിക്കാരിയാണെങ്കിൽ ദേവികയുടെ കോൾ വരുമ്പോഴത്തേക്കും സ്പീക്കർ ഇട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം കോൾ എടുക്കുന്ന ദേവികയാണെങ്കിൽ ഇസബല്ലയോട് പറയുന്നുണ്ട്, നന്ദൻ്റെ ഈ ഫോൺ കൊടുക്ക്, എൻ്റെ കൂടെ നന്ദനൊന്നുമില്ല, നിന്നോട് ആര് പറഞ്ഞു എൻ്റെ കൂടെ നന്ദനുണ്ടെന്ന്, നിൻ്റെ ഭർത്താവ് എവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പം നീ ചുമ്മാ കള്ളത്തരമൊന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, നീയും നന്ദു ഒരുമിച്ചാണ് കറങ്ങാൻ പോയിരിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് എന്നെ അറിയിച്ചത്, അതുകൊണ്ട് കൂടുതൽ കള്ളത്തരമൊന്നും പറയാതെ നന്ദൻ്റെ ഈ ഫോൺ കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നന്ദനാണെങ്കിൽ ആകെ പകച്ച് പേടിച്ച് നിൽക്കുന്നുണ്ട്. ദേവി ഞാൻ ഇസബെല്ലെ ഒത്തു പോയിരിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും. ഇപ്പം തന്നെ തങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു അവിഹിത ബന്ധമാണോ എന്നുള്ള കാര്യത്തിൽ ദേവിക്ക് സംശയമുണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നന്ദൻ അറിയാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസബെല്ലയും ഒത്ത് നാട് വിട്ടു പോയെന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ ദേവി അതിനെ എടുക്കും? മാത്രമല്ല ഫയൽ മോഷ്ടിച്ചു, ഒന്നിന് പിറകെ ഒന്നായിട്ട് നന്ദൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ മിസ്റ്റേക്ക് വരുമ്പം എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. അപ്പം ഫോൺ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ കാത്തിരിക്കാം. എന്തായാലും നന്ദനാണെങ്കിൽ കാണിച്ചു കൂട്ടുന്നത്
ഒന്നും പൊറുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് പൂർണ്ണ പരാജയമാണ്. ഒരു ഭാര്യയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ ആ രൂപത്തിന് വേദനിപ്പിച്ചതിന് ശേഷം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ബലിയാടായിട്ട് ഇട്ടുകൊടുത്ത് സ്വന്തം ജീവിതം സ്വന്തം ഭാവിയെ സേഫാക്കാൻ നടക്കുന്ന ആ ഒരു ക്യാരക്ടറായിട്ടാണ് ഇപ്പോൾ നന്ദനെ ചിത്രീകരിക്കുന്നത്. ഇനിയിപ്പോൾ ഋഷി ജീവനോടുണ്ടെന്നുള്ള കാര്യം പ്രഭാവതി കണ്ടുപിടിച്ചില്ല എങ്കിൽ പോലും അരുന്ധതി സത്യങ്ങളെല്ലാം പ്രഭാവതിയോടോ അല്ലെങ്കിൽ ദേവികയോടോ പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം അരുന്ധതിക്ക് ഇവരുടെ ഈ സങ്കടവും അല്ലെങ്കിൽ അവർ തങ്ങളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം അനുകമ്പയിലും പണ്ട് ചെയ്തു പോയ ആ ഒരു തെറ്റ് അതൊരു അബദ്ധമാണെന്ന് മനസ്സിലാക്കി ക്ഷമ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം എന്താകുമെന്ന്.